ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടപ്പം അതിൽ വന്ന കമൻസ് ആണ് ഇതെല്ലാം. ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫ്രഷപ്പ് ആകും എന്ന് മനസ്സിലാക്കാൻ മിനിമം ഒരു കോമൺ സെൻസ് വേണം അല്ലേ. എന്തായാലും കുളിസീൻ കാണിക്കാൻ പറ്റില്ല. തൽക്കാലം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ട് നിർവൃത്തി അടയുക എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഡിങ് കല്യാണം നമ്പർ 2 ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ലിപ് ബാമിൽ തുടങ്ങാം. കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് നല്ലതായിട്ട്. സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ് ആയതുകൊണ്ട് തന്നെ എടുത്തപ്പോഴാണ് മനസ്സിലായത് തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് കുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതും നല്ലപോലെ അപ്ലൈ ചെയ്തേ. ചെറുതായിട്ട് ഐഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് എന്നാൽ അറിയത്തോലും ഇല്ല ഇട്ടെന്നുള്ളത് കേട്ടോ. ബ്ലഷ് നല്ലപോലെ അറിയുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ബ്ലഷ് അപ്ലൈ ചെയ്തു. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് വന്നപ്പം നല്ലൊരു ബ്രൈറ്റ് പിങ്ക് ആയിട്ട് തോന്നിയപ്പം ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ആ കളർ ഒന്ന് ചെറുതായിട്ട് സറ്റിലാക്കിയിട്ടുണ്ട്. ബോഡി ലോഷൻ അപ്ലൈ ചെയ്തു. എൻ്റെ കൈയും കാലൊക്കെ നല്ല ഡ്രൈ ആ, അപ്പം നല്ലപോലെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ധാവണിയാണ് ഉടുക്കുന്നത്. അപ്പം ഈ കളർ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയിൽ ഈ കളറാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ കളറ്. അപ്പം ഹെയർ സെറ്റാക്കി അഴിച്ചിടണോ കെട്ടിയിടണോ എന്നൊക്കെയുള്ള ആലോചനയിലാണ്. അവസാനം അഴിച്ചിടാമെന്ന് തീരുമാനിച്ചു. കുപ്പിവള ഇട്ടു, വാച്ച് ഇട്ടു, മാല, കമ്മല് ഇതൊക്കെ ഇട്ടു. പിന്നെ ചെറിയൊരു പൊട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണാൻ പോലും പറ്റില്ല, അത്രയും ചെറിയൊരു പൊട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ധാവണി ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ഇത് എന്താ പറയണ്ടേ, നമുക്കിന്ന് പോണ്ടേ ആ ഒരു സീനായിരുന്നു. സാരി ഉടുക്കുന്നതിനേക്കാളും പാടായിരുന്നു കേട്ടോ എനിക്ക് ധാവണി സെറ്റ് ചെയ്യാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത കല്യാണത്തിന് കാണാം. ബായ്.